ഡൈ ഹൈബ്രിഡ് ക്രോസ് എന്ന് വെച്ചാൽ എന്താണ് പഠിച്ചല്ലോ. ഒന്നിലധികം ക്യാരക്ടേഴ്സിന് നമ്മൾ ഒരേ സമയം എടുത്ത് നമ്മൾ ക്രോസ് ചെയ്താൽ കിട്ടുന്ന ക്രോസിൻ്റെ പേരാണ് ഡൈ ഹൈബ്രിഡ് ക്രോസ്. ഡൈ ഹൈബ്രിഡ് ക്രോസിൽ അദ്ദേഹം എന്തൊക്കെ എടുത്തത്? ടോള്, അതുപോലെ ഡോർഫും, സീഡിൻ്റെ ഷേപ്പായിട്ട് റൗണ്ടും റിങ്കിൾഡും എടുത്തു. അതിൽ ഫസ്റ്റ് ജനറേഷൻ നോക്കിയപ്പോൾ എല്ലാം ടോൾ പ്ലാന്റും റൗണ്ട് സീഡും ആയിരുന്നു. എന്നാൽ സെക്കൻഡ് ജനറേഷൻ നോക്കിയപ്പോൾ എന്ത് പറ്റി? പ്രശ്നം ഉണ്ടായി അല്ലേ? സെക്കൻഡ് ജനറേഷൻ നോക്കിയപ്പോൾ എന്ത് പറ്റി? പ്രശ്നം ഉണ്ടായി. അപ്പോൾ ഫസ്റ്റ് ജനറേഷൻ എന്ന് വെച്ചാൽ എല്ലാവരും എന്തായിരുന്നു? ടോളും റൗണ്ടും ആയിരുന്നു. സെക്കൻഡ് ജനറേഷനിലാണ് ബുദ്ധിമുട്ടുണ്ടായത്. ടോള്, അപ്പോൾ മറ്റൊന്ന് എന്തായിരിക്കും? ഡോർഫ്. ഒന്ന് ടോളാകുമ്പോൾ മറ്റൊന്ന് എന്തായിരിക്കും? ഡോർഫ് ആയിരിക്കും. ഒരെണ്ണം റൗണ്ട് സീഡ്. എന്താണ്? റൗണ്ട് സീഡ്. മറ്റൊന്ന് എന്താണ്? റിങ്കിൾഡ് സീഡ്. എന്തുവാണ്? റിങ്കിൾഡ് സീഡ് എന്ന് വെച്ചാൽ അദ്ദേഹം ഒരു ചെടി ചൂസ് ചെയ്തത് നല്ല പൊക്കമുള്ള റൗണ്ടായിട്ടുള്ള വിത്ത്, ഇതാ കണ്ടോ, ഇതുപോലത്തെ റൗണ്ടായിട്ടുള്ള വിത്ത് കിട്ടുന്ന ഒരു ചെടിയെ എടുത്തു. മറ്റൊരു ചെടിയായിട്ട് പൊക്കം കുറഞ്ഞ് റിങ്കിൾഡ് വിത്ത് കിട്ടുന്ന, റിങ്കിൾഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുളുങ്ങിയിരിക്കുന്ന വിത്ത് കിട്ടുന്ന ഒരു ചെടിയെ എടുത്തു. ടോളായ ചെടിയെ കാണിക്കാൻ ക്യാപിറ്റൽ ടിയും റൗണ്ടിനെ കാണിക്കാൻ ആർ എന്ന ലെറ്റർ ഉപയോഗിച്ചു. ഡോർഫിനെ കാണിക്കാൻ സ്മോൾ ടിയും റിങ്കിൾഡിനെ കാണിക്കാൻ വേണ്ടിയിട്ട് സ്മോൾ ആറും ഉപയോഗിച്ചു. അങ്ങനെ നമ്മൾ എടുത്ത ആദ്യ ചെടി നോക്കുമ്പോൾ ക്യാപിറ്റൽ ടി എന്ന് പറയുന്നതിനെ കൺട്രോൾ ചെയ്യുന്ന, അതായത് ഉയരത്തിനെ കൺട്രോൾ ചെയ്യുന്ന രണ്ട് അലീലുകളുണ്ട്. ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ടി. റൗണ്ട് സീഡിനെ കൺട്രോൾ ചെയ്യുന്ന രണ്ട് അലീലുകളുണ്ട്. ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ ആർ. ഡോർഫ് ചെടിയിൽ അത് ഉയരം കുറവാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് രണ്ട് അലീലുകളുണ്ട്. സ്മോൾ ആർ, സ്മോൾ ടി, സ്മോൾ ടി. റിങ്കിൾഡ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് രണ്ട് അലീലുകളുണ്ട്. സ്മോൾ ആർ, സ്മോൾ ആർ. അവർ ഫസ്റ്റ് ജനറേഷനിൽ ക്രോസ് ചെയ്തു. എന്തിൽ ക്രോസ് ചെയ്തു? ഫസ്റ്റ് ജനറേഷൻ ക്രോസ് ചെയ്തു. എന്താ സംഭവിക്കുന്നത്? ഈ ക്യാപിറ്റൽ ടി എന്തായിട്ട് മാറും? ടി ആയിട്ട് മാറും. ക്യാപിറ്റൽ ആർ ആറായിട്ട് മാറും. അതിൽ ആദ്യത്തെ ജനറേഷൻ ചെടികൾ ഉണ്ടാകുന്ന കേസാണ് നമ്മൾ പറയുന്നത്. നമ്മൾ അതിൽ എന്തെടുത്താൽ മതി? ഒരു ടിയും ആറുമുണ്ട്. അതുപോലെ ഇവിടെ തന്നെ ഒരു സ്മോൾ ടിയും ഒരു സ്മോൾ ആറും ഉണ്ടെന്ന് എടുത്താൽ മതി. കാരണം പ്യുവർ ബ്രീഡാണ്, അപ്പോൾ ഇങ്ങനെ വരുള്ളൂ. ഇത് ക്രോസ് ചെയ്തപ്പോൾ എന്താ പറ്റിയത്? ഇത് ക്രോസ് ചെയ്തപ്പോൾ ഉണ്ടായ ചെടി എന്തായി? ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ആർ, സ്മോൾ ടി, സ്മോൾ ആർ എന്ന് പറയുന്ന ഫസ്റ്റ് ജനറേഷൻ ചെടി ഉണ്ടായി. ഇതാ കണ്ടോ, ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ എന്ന് പറയുന്ന ചെടി ഉണ്ടായി. കണ്ടോ, ഗ്യാമേറ്റുകൾ ഇവിടെ വന്നു. എന്ത് പറ്റി? ഫോം ചെയ്തു. ഇങ്ങനെ ഫസ്റ്റ് ജനറേഷൻ ചെടി ഉണ്ടായി. ആ ഉണ്ടായ ഫസ്റ്റ് ജനറേഷൻ ചെടിയുടെ പ്രത്യേകത എന്തായിരിക്കും? അതിൽ ക്യാപിറ്റൽ ടി ഡോമിനൻ്റ് ആയതുകൊണ്ട് അത് ടോളും, അതുപോലെ തന്നെ ക്യാപിറ്റൽ ആർ ഉള്ളത് കൊണ്ട് അതിന് എന്ത് സീഡുമാണ് ഉണ്ടായത്? റൗണ്ട് സീഡുമാണ് ഉണ്ടായത്. എന്താ ഉണ്ടായത്? ടോളും റൗണ്ട് സീഡുമുള്ള ഫസ്റ്റ് ജനറേഷൻ ചെടികൾ ഉണ്ടായി. ആ ഫസ്റ്റ് ജനറേഷൻ ചെടികൾ നമുക്ക് വീണ്ടും അത് സെക്കൻഡ് ജനറേഷനോട്ട് പാസ്സാവുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? അതിനെ വീണ്ടും സെൽഫ് പോളിനേറ്റ് ചെയ്തു. എന്ന് വെച്ചാൽ എന്താ സംഭവിക്കുന്നത്? ഒന്നാമത്തെ ചെടിയിൽ ക്യാപിറ്റൽ ടി എന്ന് പറയുന്ന ഒരു ട്രൈറ്റ് ഉണ്ട്. ക്യാപിറ്റൽ ആർ എന്ന് പറയുന്ന ഒരു ട്രൈറ്റ് ഉണ്ട്. അതുപോലെ തന്നെ എന്ത് പറ്റും? സ്മോൾ ടി എന്ന് പറയുന്ന ട്രൈറ്റ് ഉണ്ട്. സ്മോൾ ആർ എന്ന് പറയുന്ന ട്രൈറ്റ് ഉണ്ട്. അതുപോലെ അടുത്ത ചെടിയിലും എന്തുണ്ട്? ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ആർ, സ്മോൾ ടി, സ്മോൾ ആർ. പണ്ടത്തെ പോലെ വരച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിളി പറക്കുമെന്നുള്ളത് കൊണ്ട് നമ്മളിവിടെ പന്നറ്റ് സ്ക്വയർ എന്ന് പറയുന്ന ഈ ഒരു സംഭവം ഉപയോഗിക്കുകയാണ്. അതായത് നമ്മളൊരു സ്ക്വയർ വരച്ചിട്ട് ഓരോ ഗ്യാമേറ്റിനായിട്ട് നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ സെക്കൻഡ് ജനറേഷൻ എങ്ങനെ ആകുമെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ സഹായിക്കുന്ന ഈ സ്ക്വയറിൻ്റെ പേരാണ് പന്നറ്റ് സ്ക്വയർ. പന്നറ്റ് സ്ക്വയർ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഈ പറയുന്ന ഓരോ ഗ്യാമേറ്റുകളും F1 ജനറേഷനിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ഓരോ ഗ്യാമേറ്റുകളെയും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എഴുതിയിട്ട് നേരത്തെ പോലെ ഇങ്ങനെ റീകമ്പൈൻ ചെയ്തു. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ടേബിൾ കിട്ടും. ആ ടേബിൾ അനലൈസ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി ഈ കിട്ടിയ ടേബിളിൽ 9 എണ്ണം എന്ന് പറയുന്നത്, ഈ കിട്ടുന്ന ടേബിളിൽ 9 എണ്ണം എന്ന് പറയുന്നത് ടോളും റൗണ്ട് സീഡും ഉള്ളതായിരുന്നു. 3 എണ്ണം എന്ന് പറയുന്നത് ടോളും റിങ്കിൾഡ് സീഡും ഉള്ളതായിരുന്നു. 3 എണ്ണം എന്ന് പറയുന്നത് ഡോർഫും റൗണ്ട് സീഡുമായിരുന്നു. ഒരെണ്ണം എന്ന് പറയുന്നത് ഡോർഫും റിങ്കിൾഡ് സീഡും ആയിരുന്നു. അതായത് ഇവിടെ ഓഫ്സ്പ്രിങ് ഉണ്ടായ ഈ പറയുന്ന രണ്ടാമത്തെ ജനറേഷൻ ഉണ്ടായ റേഷ്യോ എന്ന് പറയുന്നത് 9:3:3:1 എന്നാണ്. അതായത് 9 ചെടികൾ എന്ന് പറയുന്നത് ടോളും റൗണ്ടുമായി, 3 എണ്ണം എന്ന് പറയുന്നത് ടോളും റിങ്കിൾഡുമായി, 3 എണ്ണം എന്ന് പറയുന്നത് ഡോർഫും റൗണ്ടുമായി, ഒരെണ്ണം എന്ന് പറയുന്നത് ഡോർഫും റിങ്കിൾഡ് സീഡുള്ള ചെടി നമുക്ക് കിട്ടി. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ക്യാരക്ടർ എടുത്താൽ നമുക്ക് 3:1 റേഷ്യോയിലാണ് F2 ജനറേഷൻ കിട്ടിയത്. 2 എണ്ണം എടുത്തപ്പോൾ എത്ര പറ്റി? 9:3:3:1 റേഷ്യോ കിട്ടി. അതിൽ നിന്ന് നമുക്ക് മെൻ്റൽ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എത്ര എണ്ണം വേണമെങ്കിലും എടുത്തോ, ഒന്നോ അതിലധികമോ ട്രൈറ്റുകൾ നമ്മൾ കമ്പൈൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓരോ ട്രൈറ്റും
ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് നെക്സ്റ്റ് ജനറേഷനിലേക്ക് എന്ത് ചെയ്യുന്നത്, ഇൻഹെറിറ്റ് ചെയ്യുന്നത്. അതായത് അവിടെ എന്ത് നടക്കുന്നില്ല, മിക്സിങ് നടക്കുന്നില്ല എന്ന് വെച്ചാൽ എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നത്? ടോൾ എന്ന് പറയുന്നത് സെപ്പറേറ്റ് ആയിട്ട് ടി ആയിട്ട് നിന്നു. സ്മോൾ ടി ഡോർഫ് എന്ന് പറയുന്നത് സെപ്പറേറ്റ് ആയിട്ട് നിന്നു. റൗണ്ട് സീഡ് എന്ന് പറയുന്നത് സെപ്പറേറ്റ് ആയിട്ട് നിന്നു. റിങ്കിൾ സീഡ് എന്ന് പറയുന്നത് സെപ്പറേറ്റ് ആയിട്ട് നിന്നു. ഇവർ തമ്മിൽ എങ്ങനെ വേണമെങ്കിലും എന്ത് ചെയ്യാം, ക്രോസ് ചെയ്യാം. അതായത് ജനറേഷൻ മാറുമ്പോൾ ഓരോ ട്രൈറ്റുകളും സെപ്പറേറ്റ് ആയിട്ടാണ് ഇൻഹെറിറ്റ് ചെയ്യുന്നത്. അതായത് ഓരോ ട്രൈറ്റുകളും എന്ത് പറ്റുന്നു, ചിലപ്പോൾ ഡോമിനൻ്റ് ആകാം, റിസസീവ് ആകാം, അത് കുഴപ്പമില്ല. അത് ഓരോന്നും സെപ്പറേറ്റ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഓഫ് സ്പ്രിങ്ങുകളിലേക്ക് പോകുന്നത്. ഇതിനെയാണ് ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. ഓരോ ട്രൈറ്റും ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് പോകുന്നത് എന്നർത്ഥം. എന്തായിട്ട് പോകുന്നത്, ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് പോകുന്നത് എന്നർത്ഥം. ഇതാണ് മെൻ്റലീവിൻ്റെ ഡൈഹൈബ്രിഡ് ക്രോസിൽ നടന്നത്. അപ്പോൾ ഒന്നും കൂടി ഒന്ന് മനസ്സിലാക്കാൻ പറയുകയാണ്, എന്താണ് ഡൈഹൈബ്രിഡ് ക്രോസിൽ സംഭവിച്ചത്. ഡൈഹൈബ്രിഡ് ക്രോസിൽ അദ്ദേഹം 2 ചെടികളെ ക്രോസ് ചെയ്തു. പക്ഷേ ഒരേ സമയം അദ്ദേഹം 2 ക്യാരക്ടറുകൾ എങ്ങനെ പാസ് ചെയ്യുമെന്നാണ് നോക്കിയത്. അതിനുവേണ്ടി അദ്ദേഹം ടോളും ഡോർഫും റൗണ്ട് സീഡും റിങ്കിൾ സീഡും വരുന്ന ചെടികളാണ് എടുത്തത്. ഒരു ചെടി എന്ന് വെച്ചാൽ അത് ടോളും റൗണ്ട് സീഡും, മറ്റൊന്ന് ഡോർഫും റിങ്കിൾ സീഡും. അതിനെ ക്രോസ് ചെയ്തപ്പോൾ എക്സ്പെക്റ്റ് ചെയ്ത പോലെ തന്നെ ഫസ്റ്റ് ജനറേഷനിൽ ഡോമിനൻ്റായ ടോളും അതുപോലെ ഡോമിനൻ്റായ റൗണ്ട് സീഡും കൂടെ ചേർന്ന് ടോളും റൗണ്ട് സീഡും ഉള്ള ചെടികളുണ്ടായി. പക്ഷേ സെക്കൻഡ് ജനറേഷൻ വന്നപ്പോഴാണ് എന്ത് പറ്റിയത്, സെൽഫ് പോളിനേഷൻ കാരണം ഒരുപാട് ടൈപ്പ് ഓഫ് കോമ്പിനേഷൻസ് ഇവിടെ കിട്ടി അല്ലേ. ടോളും റൗണ്ട് സീഡുള്ള ചെടി കിട്ടാം, ടോളും റിങ്കിൾഡ് സീഡുള്ള ചെടി കിട്ടാം, ഡോർഫും റൗണ്ട് സീഡുള്ള ചെടി കിട്ടാം, ഡോർഫും റിങ്കിൾഡ് സീഡുള്ള ചെടിയും കിട്ടാം. സോ എത്ര എണ്ണം വെച്ച് കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയാണ് നമ്മൾ ഈ പന്നറ്റ് സ്ക്വയർ വരച്ചത്. അപ്പോൾ നമുക്കിവിടെ തന്നെ മനസ്സിലായൊരു കാര്യമാണ്, കണ്ടോ, ടോൾ എന്നത് സെപ്പറേറ്റ് ആയിട്ട് ഓരോ ചെടികളിലും വരുന്നുണ്ട്, അല്ലെങ്കിൽ ഡോർഫ് എന്ന് പറയുന്നത് സെപ്പറേറ്റ് ആയിട്ട് വരുന്നുണ്ട്, റൗണ്ട് സീഡ് എന്ന് പറയുന്നത് സെപ്പറേറ്റ് ആയിട്ട് വരുന്നുണ്ട്, റിങ്കിൾ സീഡ് എന്ന് പറയുന്നത് സെപ്പറേറ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ 4 ക്യാരക്ടറും അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, സെക്കൻഡ് ജനറേഷനിൽ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. 4 ട്രൈറ്റും എന്ത് ചെയ്യുന്നുണ്ട്, സെക്കൻഡ് ജനറേഷൻ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് എക്സ്പ്രസ് ചെയ്യുന്നതിൻ്റെ അളവിൽ വ്യത്യാസമുണ്ട്, അതേ ഉള്ളൂ. ഏതളവിൽ എക്സ്പ്രസ് ആവുന്നത്, 9:3:3:1 എന്ന അളവിലാണ് എന്ത് ചെയ്യുന്നത്, അവർ എക്സ്പ്രസ് ആവുന്നത് എന്ന കാര്യം മാത്രം മനസ്സിലാക്കുക.